അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ പ്രൊജക്റ്റിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എങ്ങനെയായിരിക്കും നമ്മളൊരു ടേബിൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മുൻപത്തെയുള്ള വീഡിയോകളിലൂടെ നമ്മൾ എങ്ങനെയാണ് മൊഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു. അപ്പം ഇന്ന് നമ്മൾ എങ്ങനെ ടേബിൾസുകൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഇപ്പോൾ മൊഡ്യൂൾസുകളെല്ലാം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷോപ്പിംഗ് സൈറ്റ് ആണെങ്കിൽ ഇപ്പം എക്സാമ്പിൾ ഒരു സെല്ലർ ഉണ്ടെങ്കിൽ ഒരു സെല്ലറായിരിക്കും പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുന്നത്. യൂസർ എന്താ ചെയ്യുക, ആ പ്രൊഡക്റ്റ് മേടിക്കുന്നു. അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കിക്കോളുക, എന്തൊക്കെ ഡീറ്റെയിൽസുകളാണോ ഡാറ്റാബേസിൽ നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസുകളാണോ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്, ആ ഡേറ്റകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ടേബിൾസുകളെല്ലാം ഡിസൈൻ ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു രജിസ്ട്രേഷൻ ഫോം യൂസറിൻ്റെ ആണെങ്കിൽ നമുക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വേണം, അഡ്രസ്സ് വേണം, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേണം. അപ്പം ഡേറ്റാബേസിൽ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫീൽഡുകൾ നമ്മൾ മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പേര് കൊടുക്കാം, ടേബിൾസിന് നമുക്ക് പേരുകൾ കൊടുക്കാം. ഇപ്പോൾ രജിസ്ട്രേഷൻ ഇതാണെങ്കിൽ രജിസ്ട്രേഷൻ എന്ന് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഷോർട്ടായിട്ട് RAG, നമുക്ക് എന്താണ് വേണ്ടത് ആ പേര് നമുക്കവിടെ കൊടുക്കാം. ഇനി സെല്ലർ ഇപ്പോൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന ഒരു ഫോം ആണെങ്കിൽ ഇപ്പം പ്രൊഡക്റ്റിൻ്റെ പേര് വേണം, അതിൻ്റെ ബ്രാൻഡ് വേണം, അതിൻ്റെ പ്രൈസ് വേണം, അത്രയും. പിന്നെ എന്തൊക്കെയാണ് വേണ്ടത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുക്കാം. അപ്പം നമ്മൾ ടേബിൾ ഡിസൈന് ഇത് കൊടുക്കാം, ആഡ് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ്, ദെൻ നമുക്ക് കൊടുക്കാം പേര്, പ്രൈസ്, അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കൊടുക്കാം. അങ്ങനെ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് അതിനുവേണ്ടിയായിരിക്കും നമ്മൾ ടേബിൾസുകൾ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കെല്ലാം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒന്നെങ്കിൽ പ്രോജക്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെയ്യാനായിട്ട് പോകുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിലോ നിങ്ങൾ ഈ വീഡിയോകളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിന് തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ ഇതിലും നല്ലൊരു കാര്യമേ നമുക്ക് പിന്നെയും കണ്ടുമുട്ടാം.